everyone. സെപ്റ്റംബർ 2025 എക്സാമിനേഷൻസ് എഴുതുന്ന കുട്ടികളുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അനൗൺസ്മെൻറ്റ് അയച്ചു ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങളുടെ എക്സാം തന്നെയാണ്. എക്സാമിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി എക്സാം രജിസ്ട്രേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എൻഡ് ചെയ്യും എന്നുള്ളതാണ്. സോ നമുക്കറിയാം എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നാൽ ഏറെക്കുറെ റിസൾട്ടിൻ്റെ ഡേറ്റും നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ നോക്കിയേ, എക്സാം രജിസ്ട്രേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഐ പറയുന്നത് ജൂലൈ 5th. അപ്പോൾ ജൂലൈ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ടിങ് എത്തും. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സോ നമുക്കിവിടെ എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ്സ് നോക്കാം. ജൂലൈ 5th മുതൽ ജൂലൈ 18th വരെയാണ് എക്സാം രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്കത് സമയത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ഫീയോട് കൂടി നിങ്ങൾക്ക് 21st ജൂലൈ വരെ എക്സാം രജിസ്ട്രേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി വൺസ് യു കംപ്ലീറ്റഡ് ദ രജിസ്ട്രേഷൻ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കറക്ഷൻസോ ആവശ്യമുണ്ടെങ്കിൽ 22nd മുതൽ 24th വരെ വെറും 3 days ഉള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ വരുത്തിക്കോണം. കറക്ഷൻ വിൻഡോ 22nd മുതൽ 24th വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ദാറ്റ്സ് ഓൾ വിത്ത് എക്സാം ഡേറ്റ്സ്. ഇനി അതിൻ്റെ ഫീസും കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഹിയർ വി സീ ദ ഫീ ചാർട്ട് ഫോർ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻസ്. നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ്റെ നോക്കാം. ഫൗണ്ടേഷൻ എക്സാമിനേഷൻസ് ഇന്ത്യയിൽ എഴുതുന്നവരുടെ കേസ് നമ്മൾ നോക്കിയാൽ മതിയല്ലോ അല്ലേ. യെസ്, നമുക്ക് നേപ്പാളും ഭൂട്ടാനും അറിയില്ലെന്ന് വിചാരിക്കുന്നു. സോ ഇന്ത്യയിൽ നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ ഫീസ് 1500 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻ കേസ് നിങ്ങൾ മിസ്സായ ലേറ്റ് ഫീയോട് കൂടി നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ആ ലേറ്റ് ഫീ ആണ് 600 എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നത്. സോ നോർമൽ ഫീ 1500 rupees ആണ് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി. ഇനി ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പാണ് എഴുതുന്നതെങ്കിൽ 1500 നിങ്ങൾ ബോത്ത് ഗ്രൂപ്പാണ് എഴുതുന്നതെങ്കിൽ 2700 നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഫീസസ്. ഡിലേ ആയാൽ +600. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യൂണിറ്റ് സ്കീമിൽ എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. റിപ്പീറ്റ് ചെയ്ത് എക്സാം എഴുതുന്ന കുട്ടികളാണ്. അവർക്കറിയാം അവർ ഏത് യൂണിറ്റ് ആയിരിക്കും എക്സാം എഴുതാൻ പോകാമെന്ന്. സോ യൂണിറ്റ് 2 ആണ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് ബോത്ത് ഗ്രൂപ്പ് എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുക. 2700 ആയിരിക്കും ഫീ. ഇനി അതല്ല ബാക്കി യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് എക്സാം പോലെ തന്നെയാണ് 1500 തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ടാവുക. അതുപോലെ CA ഫൈനൽ എക്സാമിനേഷൻസും ഇന്ത്യയിൽ എഴുതുന്നവർക്ക് 1800 ആണ് സിംഗിൾ ഗ്രൂപ്പിന്, 3300 ആണ് ബോത്ത് ഗ്രൂപ്പിന്. ലൈറ്റ് ഫീ സെയിം തന്നെയാണ്. സോ എക്സാം രജിസ്ട്രേഷൻസിനും വിൻഡോസ് ഒക്കെ ഓപ്പൺ ആണ്. ഫസ്റ്റ് ടൈം എഴുതുന്നവർ രജിസ്ട്രേഷനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഒക്കെ SSP പോർട്ടലിൽ ഫുൾഫിൽഡ് ആണോ, ഫോട്ടോ, നിങ്ങളുടെ സൈൻ, അവ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചോളുക. റിപ്പീറ്റ് ചെയ്യുന്നവർ എക്സ്പെഷ്യലി ഇൻ്റർമീഡിയറ്റ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് സ്കീമിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചോളുക. സോ റിസൾട്ട്സ് ഇങ്ങനെ അടുത്ത എക്സാം രജിസ്ട്രേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടികളും ഇനിയും എഴുതേണ്ടി വരാതിരിക്കട്ടെ. ഫസ്റ്റ് ടൈം എഴുതുന്നവർ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്സ്.